ഹലോ. കവിതയല്ലാതെ എന്താണിപ്പോൾ മനസ്സിൽ എല്ലാവരുടെയും ബാക്കി നിൽക്കുന്നത്? എൻ്റെ മനസ്സിലും അത് തന്നെയാണ്. നാട്ടുവെളിച്ചം വഴി വെട്ടിയിട്ടൊര ഉഷമലരി പൂക്കുന്ന തൊടിയിൽ, നാട്ടുവെളിച്ചം വഴി വെട്ടിയിട്ടൊര ഉഷമലരി പൂക്കുന്ന തൊടിയിൽ, മൺതരികളറിയാതെ നാം നടന്നു, രാവിൻ നീലവിരി നമ്മെ പൊതിഞ്ഞു, ഹൃദയമാകാശ ചരുവിലാ താരകം കൺചിമ്മി നമ്മെ നോക്കുമ്പോൾ, ഹൃദയമാകാശച്ചരുവിലാ താരകം കൺചിമ്മി നമ്മെ നോക്കുമ്പോൾ, ഒരു മാത്ര കൂടി നീ അരികിൽ നിന്നാ, ഒരു മാത്ര കൂടി നീ അരികിൽ നിന്നാ, ജഞ്ജനി മൃതികൾ അറിയാതെ പോവും. എനിക്ക് ഒരു സുപ്രഭാതത്തിൽ ആരെഴുതി എന്തെഴുതി ഒന്നും അറിയാതെ, കവിയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, ആ കാലത്തിലാണ് ഒരു ദിവസം പെട്ടെന്ന് മുന്നിലൊരു കാസറ്റ് വരുന്നത്. ഞാൻ അന്ന് കന്യക എന്ന വനിതാ മാഗസീനിൽ ജോലി ചെയ്യുന്ന കാലമാണ്. ആ കാസറ്റ് റിവ്യൂ ഉണ്ട്. അപ്പോൾ അത് കേൾക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് കേൾക്കും. മിക്ക കാസറ്റുകളും, ദോഷം പറയരുത്, 2 മിനിറ്റ് കൊണ്ട് ഓഫ് ചെയ്തിട്ട് ഇന്നയാളെഴുതി ഇന്നൊരു പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇതൊരു അനുഭവമായിരുന്നു. ഈ അനുഭവം ഞാൻ അവിടെ ഇരുന്ന് കേട്ടു, രാത്രി വീട്ടിൽ വന്നിരുന്ന് അതിലെ എല്ലാ കവിതകളും എഴുതിയെടുത്ത്, അന്ന് വേറെ മാർഗം ഇത് ആരാണെന്ന് പോലും അറിയില്ല, അനിൽ പനച്ചൂരാൻ ആര് എനിക്കറിയില്ല, എഴുതിയെടുത്ത് ഇത് മുഴുവൻ കാണാതെ പഠിച്ച് ചൊല്ലി പിറ്റേ ദിവസം ഓഫീസിൽ വന്ന് ആദ്യം അന്വേഷിച്ചത് ഇതാരാ ഈ കവി എന്നാണ്. അപ്പോൾ ആലക്കം ദ്വൈവാരികയായിട്ട് പോലും ആലക്കം നമ്മുടെ മാഗസീൻ പോകാനൊരുങ്ങി നിൽക്കുകയാണ്. അവസാനം എനിക്ക് തോന്നുന്നു ആലപ്പുഴ ഞങ്ങൾക്കൊരു അവിടുത്തെ ഒരു പ്രശസ്തനായ പത്രപ്രവർത്തകനുണ്ട്, ശ്രീകുമാർ പള്ളലിയത്ത്, അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് അറിയാവുന്ന അങ്ങനെ ഇങ്ങനെയൊക്കെയോ നമ്പർ സംഘടിപ്പിച്ച് ഒരു ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ എടുക്കാനായി ചെന്നപ്പോഴാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം. സാധാരണഗതിയിൽ ഒരു ഫോണിൽ ഒരു കടുത്ത ആരാധിക എന്ന മട്ടിൽ ഒരാൾ വിളിക്കുകയും ഇൻ്റർവ്യൂവിന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്താൽ പിന്നെ അതോടെ ആ ഒരു നിമിഷത്തോടെ പിന്നെ പുള്ളിയുടെ കവിതയും വേണ്ട ഇൻ്റർവ്യൂവും വേണ്ട എന്നുള്ള അവസ്ഥയിൽ പലരും അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കും അവരുടെ ഇമ്പോർട്ടൻസ്, അവരുടെ കവിതകൾ, മലയാള കവിതയിൽ അവർ കൊണ്ടിരുന്ന വിപ്ലവങ്ങൾ, ഇതിന് തക്ക കുറേ ചോദ്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് വിചാരിക്കും. ഇതൊന്നുമില്ലാതെ വളരെ സാധാരണമായിട്ട് ഒരാകാശത്തും കൂടിയല്ലാതെ കൃത്യമായി മറുപടികൾ തന്ന് അങ്ങനെ എന്നെ അടയാളപ്പെടുത്താൻ എൻ്റെ കവിതകളുണ്ട് എന്ന മട്ടിൽ സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെയാണ് അനിൽ പനച്ചൂരാനെ ഞാൻ അറിയുന്നത്. മറ്റു പല പത്രപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴും മറ്റു പല കൂട്ടുകാരോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് കേട്ടത്. അദ്ദേഹം ഒരിക്കലും ആവശ്യമില്ലാത്ത മാർക്കറ്റിങ്ങിന് പോകാറുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഓരോ കവിതയും വരുമ്പോൾ പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത്. അപ്പോഴും അങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഇതൊന്നുമില്ല. ഞാൻ നൊസ്റ്റാൾജിയയുടെ എഡിറ്ററായിട്ടിരിക്കുമ്പോൾ പലതവണ നമ്മൾ അഭിമുഖത്തിനായിട്ട്, പക്ഷെ ഒരിക്കലും ഇങ്ങോട്ട് വിളിച്ചിട്ട് അതെ എൻ്റെ ഒരു സിനിമ വരുന്നുണ്ട്, ഒരു അഭിമുഖം കൊടുക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. എന്നാൽ അവരെ ചെറുതായി കാണുക ഒന്നുമല്ല, അതൊരു രീതി. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നീട് ഒരിക്കൽ ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒരു വല്ലാത്തൊരു സിനിമയുടെ റെക്കോർഡിങ്സ്, ഒരു ഷൂട്ടിംഗ് സെറ്റ് വെച്ചിട്ടാണ്, നമ്മുടെ ബ്ലെസ്സിയുടെ സിനിമ. അതിൽ ഞങ്ങളൊക്കെ ഞങ്ങളായി തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് അഭിനയിക്കുന്നത്. ഒരു സീന് മാത്രമേ ഞാനുള്ളൂ. ഞാൻ ഗീതാഭിഷി തന്നെയാണ്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി തന്നിരുന്നു. സ്ക്രിപ്റ്റ് എഴുതി തന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നം. അതല്ല, ഞാൻ അങ്ങനെയല്ലല്ലോ പറയുന്നത്, ഞാൻ അങ്ങനെ പറയില്ല. അതുകൊണ്ട് എനിക്കതങ്ങനെ പറയാൻ പറ്റില്ല. അത് ഗീതാഭിഷി അങ്ങനെ അല്ല അതിനകത്ത് അഭിപ്രായം പറയുന്നത്. 2-3 സെൻറ്റൻസ്, പക്ഷെ അത് എൻ്റെ മട്ടിലേക്ക് മാറ്റുമ്പോൾ അടുത്തിരുന്ന അനിൽ പനച്ചൂരാൻ എന്ന എത്രയോ പ്രശസ്തനായ കവിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നേക്കാൾ എത്ര പദസാന്നിധ്യമുള്ളയാളാണ്, എന്നേക്കാൾ എത്ര അധികം വൈകാരികമായി ഓരോ കാര്യത്തെ കാണുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ പറയുമ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് കുഴപ്പമൊന്നും, എനിക്ക് അങ്ങനത്തെ ചില പ്രശ്നമുണ്ട്, എനിക്ക് എൻ്റെ ശബ്ദം, എൻ്റെ സംസാര രീതി, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, അതല്ലാതെ ഞാനായിട്ട് പറയാൻ എനിക്ക് പ്രശ്നമുണ്ടെന്ന് അനിൽ പനച്ചൂരാനാണ് ഞാൻ പിന്നീട് പലയിടത്തുനിന്നും കേട്ട ആ കഥ എന്നോട് പറഞ്ഞത്. അനിൽ പനച്ചൂരാൻ എനിക്ക് ജീവിതത്തിൽ തന്ന ഒരു പാഠവും ഒരു പക്ഷേ അതായിരിക്കാം. ഇത്രത്തോളം ഞാനത് ഇംബൈബ് ചെയ്തു എന്ന് എനിക്കറിയില്ല.
ആ പാഠം ഇന്ന് അദ്ദേഹത്തിൻ്റെ കവിതകൾ എല്ലാവരും പാടുന്നുണ്ട്, പക്ഷേ കഥ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരിക്കുള്ളൂ. കഥ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. ഒരാൾ ഒരു ദിവസം ഈ മോട്ടിവേഷണൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു 100 രൂപയുടെ നോട്ട് എടുത്തിട്ട് ചോദിച്ചു, ഇതിൻ്റെ വില എത്രയാണ്? 100 രൂപ. പുള്ളി അതിനെ മടക്കി, ഇതിന് എത്രയാണ് വില? 100 രൂപ. കശക്കി ഇട്ടു, എത്രയാണ് വില? 100 രൂപ. താഴെ ഇട്ടു, ചെരുപ്പ് കൊണ്ട് ചവിട്ടി, എത്രയാണ് വില? 100 രൂപ. 100 രൂപയുടെ വില എപ്പോഴും 100 രൂപയാണ്. അത് 101 ആവില്ല, 99 ആവില്ല. അത് 100 രൂപ തന്നെയാണ്, വലിച്ചു കീറി കഷ്ണങ്ങളാക്കി നിങ്ങൾ കളയുന്നത് വരെ. നമ്മളുടെ വില നമുക്ക് കൃത്യമായിട്ടറിയാം. പിന്നെ എന്തിനാണ് ഈ ചെറിയ ചെറിയ എംബലിഷ്മെൻറ്റുകളെ ആലോചിക്കുന്നതെന്ന്? ഗംഭീര ഒരു കഥയായിരുന്നു അത്. ഇന്നലെ വളരെ സങ്കടമായിട്ടാണ് ആ വാർത്ത കേട്ടത്. എല്ലാവരും കവിതകൾ കൊണ്ട് അദ്ദേഹത്തിന് അശ്രുപൂജ ഒരുക്കുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ഒരു സുഹൃത്തായി, പ്രതിഭയായി തിളങ്ങി നിന്ന ചങ്ങാതി വളരെ നേരത്തെ ആയിപ്പോയി ഈ യാത്ര. അദ്ദേഹത്തിന് ആദരാഞ്ജലികളോടെ ശുഭരാത്രി.